ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ അങ്ങനെ പങ്കുവെക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതേ അടുത്ത വീട്ടിൽ പറമ്പിലുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ ആ ചക്കയൊക്കെ അങ്ങനെ ബ്ലാക്ക് കളർ വന്നു. അപ്പോൾ അവർ അയ്യന്തോളാണ്. അപ്പം നമ്മളോട് വിളിച്ചപ്പോൾ പറഞ്ഞു ചക്കയൊക്കെ ഇട്ടോളാനായിട്ട് കേട്ടോ. കണ്ടപ്പോൾ കളറായിട്ടെന്നാൽ ഇടിച്ചക്കയല്ല, വലിയ ചക്ക ആയിട്ടും ഇല്ല. അപ്പോൾ നമ്മൾ പൊട്ടിച്ചില്ല കേട്ടോ. പിന്നെ ഇത് ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരി ഇങ്ങനെ ഉണ്ടാക്കി. അതുപോലെ തന്നെ കറി ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി ഞാൻ കുക്കറിലൊന്നിങ്ങനെ വേവിച്ചെടുത്തു. ഒരു 3-4 വിസിലൊക്കെ വരുത്തി. ഗ്രീൻ പീസ് ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ അടുപ്പത്ത് എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം, അടുപ്പത്തല്ല ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തക്കാളി, സബോള ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റി അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ഒക്കെ ചേർത്ത് ഇളക്കി ആ ഇളക്കിയ കൂട്ടിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായി ഉടച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൽ ക്യാരറ്റ് ചേർക്കച്ച നല്ലതാണ്. അതുപോലെ മല്ലിപ്പൊടി ചേർക്കാൻ താല്പര്യമുള്ളവരാച്ച അങ്ങനെ ചെയ്തോളൂ. ഞാൻ മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ അങ്ങനെ മസാലയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ഉടച്ച് നന്നായി നല്ല തിക്ക് ഗ്രേവി ആക്കിയിട്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് നിർത്തി നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് പൂരിക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ല നിങ്ങൾക്കതിലേക്ക് നാളികേരം അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ ഞാൻ നിർത്തിയിട്ട് നമ്മുടെ പൂരിക്ക് കറിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൂരിയും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പേരി വെച്ചേക്കുന്നത് കോവയ്ക്കാണ്. കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പച്ചക്കറി കഴിക്കുന്നവർക്കും മീൻ കഴിക്കുന്നവർക്കും ഒക്കെ കോവയ്ക്ക ഉപ്പേരിയാണെന്ന്. അതുപോലെ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് നമ്മൾ അയിലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മീൻ കഴിക്കാത്തവർക്ക് മുരിങ്ങക്കായും മാങ്ങയും പരിപ്പും ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോട്ടേന്ന് വെച്ചു. പിന്നെ എൻ്റെ അമ്മ ഞാൻ പറഞ്ഞു കുറച്ച് നാളായിട്ട് ഇഡ്ഡലി മാത്രമാണ് ഭക്ഷണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ രാവിലേക്കും ഉച്ചക്കിലേക്കുള്ള ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി ഇവിടെ വെച്ചു. അപ്പോൾ ഈ കാസറോൾ ഓർമ്മ ഉണ്ടോ? ഞാൻ പറഞ്ഞു നമ്മൾ തൃശ്ശൂർ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. കുട്ടികൾ ചെന്നപ്പോൾ അവർ എനിക്ക് കൊടുത്തു വിട്ട ഗിഫ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ. നല്ലൊരു കാസറോളാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇഡ്ഡലി അതിലേക്കൊക്കെ ഇട്ടു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ കുമ്പളക്കുട്ടന്മാരുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു കുമ്പളക്കുട്ടനെ നമ്മൾ ബാംഗ്ലൂർക്ക് അവനിയും ഭാരതിയും ദീപും പോകുമ്പോൾ പൊട്ടിച്ച് കൊടുത്തയച്ചു. ഈ ഒരു കുമ്പളക്കുട്ടനെ നമ്മൾ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് 1-2 ഉണ്ടായാലും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കുമ്പളങ്ങ നമുക്ക് 2-3 ഉണ്ടായി. അതുപോലെ തന്നെ കയ്പ്പയ്ക്കും ഒരു ഉപ്പേരിക്കൊക്കെ ഉള്ളത് കിട്ടും. പയറും അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളടാതെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് അതൊരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ അബിയാണ് എനിക്ക് പിടിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിറച്ച് മുള്ളു പോലെ ഇങ്ങനെ കുത്തുന്നുണ്ട്. അപ്പോൾ ഒരു തുണി വെച്ച് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം, എൻ്റെ സന്തോഷം കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷം. ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന ചില നിമിഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എപ്പോഴും കഫക്കെട്ടാണ് എനിക്ക്. അപ്പോൾ ഈ കഫക്കെട്ട് മാറാനായിട്ട് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞതാണ് ദശമൂല കടത്രയ കഷായ ചൂർണ്ണം എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഇതൊരു സ്പൂൺ ഇട്ട് തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കാൻ ദിവസം കുടിക്കുന്ന വെള്ളത്തിന് പകരം അത് കുടിച്ചാൽ നമുക്ക് കഫക്കെട്ട് മാറിക്കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഔഷധിയുടെ പൊടി വാങ്ങിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതേ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ ആ ചൂർണ്ണം കിട്ടാനായിട്ട് കുറച്ച് ദിവസം പിടിച്ചു. അപ്പോൾ അതൊരു ഡബ്ബയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു സ്പൂണ് പൊടി എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ഒരു 20 മിനിറ്റ് തിളപ്പിക്കുകയാണ്. ആ തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മാറി കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം കുറച്ച് പഴക്കമുള്ള കഫക്കെട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മെല്ലെ മാറുള്ളൂ. കുറച്ച് കാലം ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ വെള്ളം ഉപയോഗിക്കാമെന്ന് വെച്ചു. എന്തായാലും ഇപ്പോൾ ഉപയോഗിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കഫക്കെട്ടിന് വലിയ എന്ന് പറയാൻ പറ്റില്ല. കഫക്കെട്ടിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓരോ ദിവസവും നമുക്കിങ്ങനെ എന്താന്നുള്ള ടെൻഷനിൽ കൂടെ നമ്മളിങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടിൻ്റെ അവസ്ഥ അങ്ങനെ, പാമ്പുകളുടെ കാര്യങ്ങൾ കേൾക്കുന്നത് അങ്ങനെ, പൂച്ചയുടെയും പട്ടടിയും കാര്യം കേൾക്കുന്നത് അങ്ങനെ, ഓരോന്നും നമുക്ക് മാനസികമായ വിഷമങ്ങൾ തരുന്ന വാർത്തകളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് വാർത്തകളും, അല്ലെങ്കിൽ ഓരോ ടെൻഷനാണ് ഓരോ ദിവസവും. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.